സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോൻ. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആര്? വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. അംശി നാരായണ പിള്ള. സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി ആര്? സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഗോര, ഗീതാഞ്ജലി എന്നീ ബംഗാളി കൃതികൾ രചിച്ചത് ആര്? ഗോര, ഗീതാഞ്ജലി എന്നീ ബംഗാളി കൃതികൾ രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. ഹിന്ദി കൃതികളായ സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ രചിച്ചത് ആര്? പ്രേംചന്ദ്. ഈ കൃതികൾ ഓർത്തു വെക്കുക, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ ആരുടെ കൃതികളാണ്? പ്രേംചന്ദിന്റെ ഹിന്ദി കൃതികളാണ് ഇവ. തമിഴ് കൃതികളായ പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ രചിച്ചത് ആരാണ്? കൃതികൾ ഏതൊക്കെയാണ്? പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ രചിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതി. ഉറുദു കൃതികളായ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ രചിച്ചത് ആര്? കൃതികളുടെ പേര് ഹയാത്ത് ഇ സാദി, അടുത്തത് ഹയാത്ത് ഇ ജവീദ് എന്നിവ ഉറുദു കൃതികളാണ്. ഇവ രചിച്ചത് ആരാണ്? അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. അൽതാഫ് ഹുസൈൻ ഹാലി. മറാത്തി കൃതിയായ നിബന്ധമാല രചിച്ചത്. നിബന്ധമാല മറാത്തി കൃതിയാണ്. നിബന്ധമാല രചിച്ചത് ആരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ രചിച്ചത് ആര്? വള്ളത്തോൾ നാരായണ മേനോനാണ്. കൃതികൾ ഏതൊക്കെയാണ്? എന്റെ ഗുരുനാഥൻ എന്ന കൃതി ആരുടേതാണ്? വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയാണ്. അതുപോലെ ബാപ്പുജി എന്നതും ഇന്ത്യയുടെ കരച്ചിൽ എന്നീ കൃതികളും ആരുടേതാണ്? വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ്. അബനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് എവിടെ? അബനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ചിത്രത്തിന്റെ പേര് ഗ്രാമീണ ചെണ്ടക്കാരൻ. ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നത്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളെ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചത് ആര്? ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളെ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചത് അമൃത ഷെർഗിലാണ്. അമൃത ഷെർഗിൽ. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ്? കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാനിടയാക്കിയ സന്ധി ഏത്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാനിടയാക്കിയ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. അപ്പൊ ശ്രീരംഗപട്ടണം സന്ധിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭ്യമായ പ്രദേശം ഏതാണ്? മലബാർ ആണ്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ട വർഷം? ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടത് 1792 1792. കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടെയാണ്? കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് 18-ാം നൂറ്റാണ്ടോടെയാണ്. 18-ാം നൂറ്റാണ്ട്. കേരള സിംഹം എന്നറിയപ്പെട്ടത് ആര്? കേരള സിംഹം എന്നറിയപ്പെട്ടത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ.
ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ആര്? ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ്. പഴശ്ശി രാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആര്? കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കറാണ്. പോയിന്റ് നോട്ട് ചെയ്യുക. പഴശ്ശി രാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയിട്ട് കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കർ. പഴശ്ശി രാജ മരണപ്പെട്ട ദിവസം 1805 നവംബർ 30-നാണ്. 1805 നവംബർ 30-നാണ് പഴശ്ശി രാജ മരണപ്പെട്ടത്. കുണ്ടറ വിളംബരം നടന്ന വർഷം? കുണ്ടറ വിളംബരം 1809 ജനുവരി 11-ആണ്. ഡേറ്റ് ഉൾപ്പെടെ ഓർക്കുക. 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടത്തിയതാരാണ്? വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത്? കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്നത് 1861-ലാണ്. 1861. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു. ബേപ്പൂർ മുതൽ തിരൂർ വരെ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷനാണ്. ലോഗൻ കമ്മീഷൻ. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം? മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് 1929-ലാണ്. 1929. 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് ഏത് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്? ലോഗൻ കമ്മീഷന്റേതാണ്. ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം? പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865-ആണ്. 1865. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം? കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1914-ആണ്. 1914. ബ്രിട്ടീഷുകാരനായ കൊനേലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ബ്രിട്ടീഷുകാരനായ കൊനോലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമ്പൂരാണ്. നിലമ്പൂർ. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായ വർഷം? കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായ വർഷം 1859-ആണ്. 1859. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത്? ആലപ്പുഴയിലാണ്. ആലപ്പുഴ. അപ്പൊ കയർ ഫാക്ടറി സ്ഥാപിതമായ വർഷം 1859-ഉം ആലപ്പുഴയിലുമാണ് ആദ്യമായിട്ട് സ്ഥാപിതമായത്. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? കേരളത്തില് ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്ക്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി ആണ്. അർണോസ് പാതിരി. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം? മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥം. കേരളത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലയായിരുന്നത്? ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലയായിരുന്നത് തിരുവിതാംകൂറാണ്. തിരുവിതാംകൂർ. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ. കേരളത്തിൽ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലകൾ എവിടെയൊക്കെയായിരുന്നു? കൊച്ചിയും തിരുവിതാംകൂറും. ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി, തിരുവിതാംകൂർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖലയായിരുന്നത്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖലയായിരുന്നത് മലബാർ ആണ്. മലബാർ.
അപ്പോ ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ, ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂർ, ബാസലികാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാർ. കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത് ഏത് വിദേശ ശക്തിയുടെ പരിശ്രമ ഫലമായാണ്? കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത് യൂറോപ്യന്മാരുടെ പരിശ്രമ ഫലമായാണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഏത് വർഷമാണ്? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ബായ്. ഗൗരി പാർവതി ബായ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. ഇനി സഹോദര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആര്? സഹോദര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് സഹോദരൻ അയ്യപ്പനാണ്. അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? നായർ സർവീസ് സൊസൈറ്റി മനത്ത് പത്മനാഭനാണ്. മനത്ത് പത്മനാഭൻ. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആര്? യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആര്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവനാണ്. കുമാര ഗുരുദേവൻ. ദൈവദശകം, ആത്മോപദേശ ശതകം എന്നിവ ആരുടെ കൃതികളാണ്? കൃതികൾ ഏതൊക്കെയാണ്? ദൈവദശകം, ആത്മോപദേശ ശതകം എന്നിവ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ശ്രീനാരായണ ഗുരു. ചാന്നാർ കലാപം നടന്ന വർഷം? ചാന്നാർ കലാപം നടന്ന വർഷം 1859 ആണ്. 1859. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം? ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അരുവിപ്പുറത്താണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ അരുവിപ്പുറത്ത് നടത്തിയ വർഷം 1888 ആണ്. 1888. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തിന് വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ക്ഷേത്രത്തിന് മുന്നിലാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടന കൊണ്ട് ശക്തരാക്കുവാനും ഉദ്ബോധിപ്പിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കുവാനും സംഘടന കൊണ്ട് ശക്തരാക്കുവാനും ഉദ്ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വാദിക്കുവാനും ജയിക്കുവാനുമല്ല അറിയുവാനും അറിയിക്കുവാനുമാണ് എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ട്? സഞ്ചാര സ്വാതന്ത്ര്യം. വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 ആണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് മനത്ത് പത്മനാഭനാണ്. മനത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് K കേളപ്പനാണ്. K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെട്ടത് AK ഗോപാലനാണ്. AK ഗോപാലൻ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്
1936 നവംബർ 12 ഡേറ്റ് ഉൾപ്പെടെ ഓർത്തു വയ്ക്കുക. 1936 നവംബർ 12. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാടാണ്. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അനി ബസന്റ് ആണ്. വർഷം 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? അനി ബസന്റ്. മലബാർ കലാപം നടന്ന വർഷം. മലബാർ കലാപം 1921 ആണ്. 1921. 1930 പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ. ഗ്രന്ഥത്തിന്റെ പേര് ഗാന്ധിജിയും അരാജകത്വവും. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മലയാളി മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിച്ച വർഷം 1891 ആണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891. എന്തിനു വേണ്ടിയിട്ടാണ്? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മലയാളി മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിച്ചത് 1891. ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896. ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം. നിവർത്തന പ്രക്ഷോഭം 1932. 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന് രൂപം കൊണ്ടപ്പോൾ പ്രസിഡന്റ് ആയിരുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? പട്ടം താണുപിള്ളയായിരുന്നു. പട്ടം താണുപിള്ള. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം 1946. 1946. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? എവിടെയാണ്? മലബാറിൽ. AV കുട്ടിമാളു അമ്മയാണ് മലബാറിലെ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. തിരുവിതാംകൂറിലെ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? തിരുവിതാംകൂറില് അക്കാമ ചെറിയാനും ആനി മുസ്ലിം. മലബാറില് AV കുട്ടിമാളു അമ്മ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാനായിട്ട് തീരുമാനിച്ചത്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ടി പ്രകാശമാണ്. ടി പ്രകാശം. 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ആന്ധ്ര കേസരി ടി പ്രകാശമാണ്. ടി പ്രകാശം. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം.
തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1-നാണ്. 1949 ജൂലൈ 1. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു ഇവ മദിരാശി സംസ്ഥാനത്തിനാണ് വിട്ടുകൊടുത്തത്. ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് കേരളത്തിനോട് കൂട്ടിച്ചേർത്തത്? കാസർഗോഡ്, ഹോസ്ദുർഗ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം എത്ര ശതമാനമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നത്? 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം നടന്നത് 1757-ലാണ്. 1757. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലാണ്. എന്നിവിടങ്ങളിൽ നടപ്പിലാക്കിയത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇനി റയത്ത് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ. റയത്ത് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. മഹൽ വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങളാണ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് മഹൽ വാരി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ആരാണ്? സെമീന്ദാറാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ. മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചെടുത്തിരുന്നത് ആരാണ്? ഗ്രാമത്തലവന്മാർ. ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വർഷം. ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് 1859-ലാണ്. 1859. മാപ്പിള കലാപകാലത്ത് അന്നത്തെ കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ്. കനോലിയാണ്. മാപ്പിള കലാപകാലത്ത് കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേന അറിയപ്പെട്ടത് മലബാർ സ്പെഷ്യൽ പോലീസ് എന്നാണ്. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് സാന്താൾമാർ. രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് സാന്താൾമാർ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? സാന്താൾ കലാപം സിദ്ധു, കാനു എന്നിവരാണ്. സാന്താൾ മാർ എന്ന ഗോത്ര ജനത നടത്തിയ കലാപമാണ്. അതിന് നേതൃത്വം നൽകിയത് സിദ്ധു, കാനു എന്നിവരാണ്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2002. 2002-ലാണ് സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. കുറിച്യ കലാപം നടന്ന വർഷം. കുറിച്യ കലാപം 1812. കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായിട്ട് അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇതായിരുന്നു കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ. ഈ കാരണങ്ങൾ നോട്ട് ചെയ്യുക, പ്രധാനപ്പെട്ടതാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പിയാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാരാണ്? TH ബേബറാണ്. TH ബേബർ
ആണ് കുറിച്യ കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ എന്ന് TH ബേബർ അഭിപ്രായപ്പെട്ടത് എന്തിനെക്കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ കുറിച്യ കലാപത്തെക്കുറിച്ചാണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത് മീററ്റിലാണ്. മീററ്റിലെ ശിപ്പായിമാർ. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായി. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരെല്ലാമാണ്? നാനാ സാഹിബ്, താത്യ തോപ്പി എന്നിവരാണ് കാൺപൂരിലെ നേതൃത്വം നൽകിയത്. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയായിരുന്നു? 72 പ്രതിനിധികളാണ് പങ്കെടുത്തത്. 72 പ്രതിനിധികൾ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതി വിവരക്കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ചോർച്ച സിദ്ധാന്തം ദാദാബായ് നവറോജി. പ്രോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? ദാദാബായ് നവറോജിയുടെ പുസ്തകമാണ് പ്രോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ച സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് ദാദാബായ് നവറോജി പ്രതിപാദിച്ച പുസ്തകം ഏതാണ്? പ്രോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ്. ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയായിരുന്നു? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി ബംഗാൾ. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905. ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടവർ ആരൊക്കെയാണോ? ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ് ലാൽ പാൽ ബാൽ എന്ന് അറിയപ്പെട്ടത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആര്? ബാലഗംഗാധര തിലകാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതാരാണ്? ബാലഗംഗാധര തിലകാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് VO ചിദംബരം പിള്ളയാണ്. VO ചിദംബരം പിള്ള. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേര്? APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേര് അഗ്നിച്ചിറകുകൾ എന്നതാണ്. അഗ്നിച്ചിറകുകൾ. ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത് എന്നത്. ദളിത്. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹിക നേതാവ് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹിക നേതാവാണ് ജ്യോതിറാവു ഫുലെ. പൂനെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് ഏതു പേരിലാണ്? സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി. സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ? സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പെരിയാർ EV രാമസ്വാമി നായ്ക്കറാണ്. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. ഡോക്ടർ A അയ്യപ്പൻ ജനിച്ച വർഷം? ഡോക്ടർ A അയ്യപ്പൻ 1905 ഫെബ്രുവരി 5 തൃശ്ശൂരിൽ പവറട്ടിയിലാണ്. 1905 ഫെബ്രുവരി 5.
2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് നഞ്ചിയമ്മയ്ക്കാണ്. ഇത് വർഷമാണ് 2020. കേരളത്തിൽ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത്. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ് കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ഡോക്ടർ പുന്നൻ ലൂക്കോസ്. കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ആരായിരുന്നു എന്ന് ചോദിച്ചാലും മേരി പുന്നൻ ലൂക്കോസ് ആണ്. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തയായ സസ്യശാസ്ത്രജ്ഞൻ E.K. ജാനകി അമ്മാളാണ്. എവിടെയാണ്? തലശ്ശേരിയിലാണ് ജനിച്ചത്. സസ്യശാസ്ത്രജ്ഞയാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്നത് എന്ന് ചോദിച്ചാൽ E.K. ജാനകി അമ്മാളാണ്. E.K. ജാനകി അമ്മാൾ. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരം പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം 1948. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 14. തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 16 ആണ്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എപ്പിഗ്രാഫി എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിൽ. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ്. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയിലാണ്. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നത് കുഞ്ഞാലി മരക്കാർ. ഫത്തുൽ മുബീൻ 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ അറബി കാവ്യം രചിച്ചത് ഗാസി മുഹമ്മദ് ആണ്. ഫത്ഹുൽ മുബീൻ എന്ന അറബി കാവ്യം രചിച്ചത് ഗാസി മുഹമ്മദ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഡച്ചുകാരാണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ആരുടേതാണ്? ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായൊരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞത് മെക്കാളെ പ്രഭു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1864. ബ്രഹ്മസമാജ് സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം 1856. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായ്. ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്
സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആനി ബസന്റ്. ഹിതകാരുണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫുലെ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രികയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരെല്ലാം? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് എന്നിവരാണ് അമൃത് ബസാർ പത്രികയ്ക്ക് നേതൃത്വം കൊടുത്തത്. ബോംബെ സമാചാർ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബോംബെ സമാചാർ ഫർദുർജി മർസ്ബാൻ ആണ്. ഫർദുർജി മർസ്ബാൻ. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. ബംഗാളി പത്രത്തിന്റെ സ്ഥാപകൻ ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ദാദാബായ് നവറോജി ആണ്. ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ, കോമൺവെൽ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ആനി ബസന്റ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധി. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റായ്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. സമ്പദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ എന്നിവ ആരുടെ പത്രങ്ങളാണ്? രാജാറാം മോഹൻ റോയ്. അപ്പൊ പത്രങ്ങളും അവയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരും എന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക. എക്സാമിന് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പഠിക്കുക. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ് 1878. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ്. നോട്ട് ചെയ്യുക. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചേർക്കുവാൻ അവർക്ക് കഴിയും. ആരുടെ വാക്കുകളാണ്? കേശബ് ചന്ദ്രസെന്നിന്റെ വാക്കുകളാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ്. ആരുടെ വാക്കുകൾ? വീരേശലിംഗം. 1884 പൂനെയിൽ ഡെക്കൺ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ ജി അഗാർക്കറും ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവരാണ്. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? D.K. കാർവെയാണ്. 1916 മഹാരാഷ്ട്രയിലാണ് സ്ഥാപിച്ചത്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, M.A. അൻസാരി എന്നിവരാണ്. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ നയി താലിമാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ്. ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ 1907. ഇതിൽ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക, നോട്ട് ചെയ്യുക. റിവിഷൻ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.